നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. ക്ഷതാത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയത്തെ എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ശരീരവും ക്ഷേത്രമാണ്. നമ്മൾ ഉപാസിക്കുന്ന ഏത് ക്ഷേത്രമാണോ അതും ക്ഷേത്രമാണ്. അപ്പം ഇതം ശരീരം, ദേവൻ്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം. അപ്പോൾ ഇരുതിര വരുന്നവർക്ക് തുരുതിര വരുന്ന തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുമുറ്റം കല്ലുവിരിക്കൽ നടക്കുകയാണ്. അപ്പോൾ ദേവൻ്റെ തല, ശിരസ്, ശേഷം ഹൃദയസ്ഥാനമാകുന്നതുമായ ഒന്ന്, അത് മണ്ഡപം. മണ്ഡപത്തിന് ചുറ്റുമായിക്കൊണ്ടിരിക്കുന്നതായ ബാക്കി കൈകൾ, കാലുകൾ ഒക്കെ എല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം പരിപൂർണനാകുന്നുള്ളൂ, ഒരു ഈശ്വരനെ സംബന്ധിച്ചോളം പരിപൂർണനം ആകുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും പലരും സംസാരിക്കാൻ തിരുമേനി ബിംബത്തിന് അവിടെ പൊട്ടണ്ട, മറ്റേ ബിംബത്തിന് ഉപദേവന്മാരുടെ അവിടെ കേരളം നാഭിസ്ഥാനം വരെ കംപ്ലീറ്റ് പൊട്ട്, ഇവിടെ മുതൽ പൊട്ടുണ്ടെങ്കിൽ മാത്രമേ ബിംബം മാറ്റാനും, അല്ലെങ്കിൽ അതിൻ്റെ ഉപദേവന്മാരുടെ അടക്കം, അല്ലെങ്കിൽ മറ്റ് ശിലകൾ അടക്കം, അല്ലെങ്കിൽ മറ്റ് ബലിക്കലിന് തൂങ്ങുന്നതായ കല്ലുകൾ അടക്കം മാറ്റാനും വിധിയുള്ളൂ. അല്ലാതെ മാറ്റാൻ പറ്റില്ല. നമ്മുടെ ഒരു കഷ്ണം കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇട്ട് കത്തിക്കുകയല്ല, ആ കൈയിൻ്റെ മുറിവ് മാറ്റുക എന്നർത്ഥം. അപ്പോൾ എന്തെങ്കിലും ചെറിയ അപാകതകളുണ്ടെങ്കിൽ, ബിംബങ്ങൾക്കാണെങ്കിലും മറ്റ് ബലിക്കല്ലുകൾ അപാകതകളുണ്ട്, അത് വെള്ളി കെട്ടി അല്ലെങ്കിൽ മറ്റ് ചെമ്പ് കെട്ടി അതിനെ സംരക്ഷിക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊള്ളാറില്ലല്ലോ, ആ കൈയിൻ്റെ മുറിവ് മാറ്റുക എന്നർത്ഥം. അപ്പം എന്തായാലും മനുഷ്യ ശരീരമായാണെങ്കിലും മറ്റ് ശരീരങ്ങളായാലും എന്തായാലും ദേവശരീരമാണെങ്കിലും നടക്കേണ്ടതായ ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുണ്ട്. ആദ്യം നാലമ്പലത്തിലെ കാര്യങ്ങൾ തീരണം എന്നർത്ഥം. എന്നാൽ മാത്രമേ എവിടം വരെ ആകുന്നുള്ളൂ, എവിടം വരെ ഹൃദയം കഴിഞ്ഞിട്ട് പിന്നീടാവുന്നുള്ളൂ. ഇതിന് നാഭിസ്ഥാനം വരുന്നതായ ഒന്നാണ് കൊടിമരം. ഷടാധാര പങ്കേരുഹാന്തർ വിരാജർ സുഷുമ്നാന്തരാളേതി തേജോർജ്വലന്തിയും വിപന്തിയും സുധാമണ്ഡലം ദ്രാവ്യനും സുധാമുക്തിമിടെ മഹാനന്ദ രൂപമായിരിക്കുന്നതായ ഒരു ദേവീ ചൈതന്യം തന്നെ അത് വർദ്ധിപ്പിക്കുമ്പോൾ, അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ് കൊടിമരസ്ഥാനം. അതൊക്കെ പിന്നീട് വരേണ്ടതാണെന്നർത്ഥം. ആദ്യം ചെയ്യേണ്ടത് നാലമ്പലത്തിന് അകത്ത് ഉള്ളതായ ദേവശരീരം പരിപൂർണമാവുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയതായ പരിഹാരക്രിയകൾ, നിരന്തരമായ രീതിയിലുള്ള പരിഹാരക്രിയകളുണ്ട്. പല ജീവികൾ, പല ആൾക്കാർ, പല കാരണന്മാർ ഒക്കെ വിറ്റുപോയിട്ടുണ്ടാകും. അവർക്ക് ഗതി വരുത്തേണ്ട അതിന് തിലാഹോമമായ രീതിയിലുള്ള ഹോമദ്രവ്യങ്ങളെ കൊണ്ട് തന്നെ തിലോഹോമം നടക്കണം. അതിന് ശത്രുദോഷം, ബാധാദോഷം ബാധാനായിരിക്കുന്ന സുദർശനഹോമം നടക്കണം. സർവവിഘ്നഹരം ദൈവം, സർവവിഘ്നവിവർജിതം, സർവസിദ്ധിപ്രദാതാരം അദ്ദേഹം ഗണനായകം, അതിന് വിഘ്നങ്ങൾ തീരാനും ഗണപതി ഹോമങ്ങൾ നടക്കണം. പിന്നീട് ബ്രാഹ്മണനെ വിളിച്ച് ഇരുത്തിക്കൊണ്ട് കാലയിച്ചൂട്ട് നടത്തിക്കൊണ്ട് വിഷ്ണു സ്വരൂപമായിക്കൊണ്ട് തിലോഹോമത്തിന് പ്രത്യേക കാലയിച്ചൂട്ട് കൊടുക്കണം. ഇതിന് ദാസനാമ പൂജകൾ നടക്കണം. അപ്പം എല്ലാം ഒരു കണ്ണി ആയിക്കൊണ്ട് തന്നെ ആരും അവിടെ പ്രത്യേകതയില്ല, ആർക്കും ഒരു പ്രത്യേകതയില്ല എന്നർത്ഥം. അടിച്ചെളി മുതൽ തന്ത്രി വരെയുള്ളതായ സ്ഥാനങ്ങൾ, മേശാന്തി അടക്കം കീഴ്ശാന്തി അടക്കം സ്ഥാനങ്ങൾ മുഴുവൻ ഒരു മാലയുടെ കണ്ണികൾ പോലെ തന്നെയാണ് എന്നർത്ഥം. അങ്ങനെ കണ്ണികളായി തുടരുന്നതായ ഒന്ന്. അതുപോലെ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം മാത്രം ഞാൻ പറയുന്നില്ല എന്നർത്ഥം. കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു വീഡിയോ കണ്ടിരുന്നു. ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ വളരെ ചിരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെയൊക്കെ സ്തുതിക്കുന്ന അദ്ദേഹം പറഞ്ഞു, തൊട്ടടുത്ത ക്ഷേത്രത്തെ മറന്നുകൊണ്ട് ഗുരുവായൂരോ മറ്റു ക്ഷേത്രങ്ങളിലോ പോയിട്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുത്ത ഒരു കാര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. കാരണം ശബരിമല ശാസ്താവിനെ പറ്റി ശാസ്ത്രീയമായിട്ട്, ഗുരുവായൂരപ്പനെ പറ്റി ശാസ്ത്രീയമായിട്ട് ഞാനത് തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിലെ വീഡിയോയിലും ഇട്ടിരുന്നു, എല്ലാ ഗ്രൂപ്പുകളും ഇട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് 100% കറക്റ്റാണ്. തൊട്ടടുത്ത ക്ഷേത്രത്തെ, തൊട്ടടുത്ത ഉപാസനാമൂർത്തിയെ, തൊട്ടടുത്ത ഭരദേവതയെ നമ്മൾ എപ്പോഴും മറന്നു എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അത് കാട്ടിൽ മേക്കാടായാലും ഗുരുവായൂരാണെങ്കിലും ശബരിമലയിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങളായാലും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളായാലും മൂകാംബിക ക്ഷേത്രത്തിലായാലും പോയി തൊഴുതിട്ടെന്ന് അദ്ദേഹം പറഞ്ഞു 100% കറക്റ്റാണ്. വളരെ രസകരമായി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ചന്ദനം തൊട്ടുകൊണ്ട് കളഭം തൊട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കാക്കം വന്ദിക്കുമ്പോൾ കൃത്യമാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കണം, കല്ലുവിരിക്കൽ നടക്കണം. ക്ഷേത്രത്തിൻ്റേതായ ഉന്നമനം എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ദേവൻ്റെ ശരീരവും. അപ്പോൾ ദേവൻ്റെ ശരീരം പൂർണ്ണമായപ്പോൾ നമ്മുടെ ശരീരത്തിൽ തട്ടുമുട്ടുകൾ ഉണ്ടാവാതെ വരിക, നമ്മളുടെ ചില വിയോഗങ്ങൾ ഇല്ലാതായിരിക്കുക എന്നർത്ഥം.
അപ്പോൾ എങ്ങനെയാണോ പരിഹാരക്രിയകളും അതുപോലെ തന്നെ മറ്റു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടക്കാതിരിക്കുന്നിടത്തോളം കാലം തട്ടുമുട്ടുകൾ വരും, ആക്സിഡൻറ്റുകൾ വരും, അതുപോലെ ചില സംഭവങ്ങൾ വരും, ചില വിയോഗങ്ങൾ വരും. അത് ശ്രദ്ധിച്ച് വിശ്വാസമുണ്ടെങ്കിലും വിശ്വാസമില്ലെങ്കിൽ പോലും അതിന് മുന്നിട്ടിറങ്ങിയ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും അടികൾ കിട്ടും. അപ്പോൾ അങ്ങനെ അടികൾ കിട്ടാതിരിക്കണമെങ്കിൽ ഡെഡിക്കേറ്റഡായിട്ട് കംപ്ലീറ്റ് ആൾക്കാർ വരിക എന്നർത്ഥം. അവിടെ കല്ലുവിരിക്കൽ, മണ്ണെടുക്കൽ, അമ്പലം ചുറ്റും വൃത്തിയാക്കൽ. ഞാൻ 30 വർഷം കഴിച്ചതായ വക്കൊള്ളിയുടെ അമ്പലത്തിൽ ഒരു പൈസ പോലും ചിലവാക്കാതാണ് മണ്ണിടലടക്കം, കംപ്ലീറ്റ് ചുറ്റമ്പലടക്കം, ചുറ്റുമുള്ള കൃഷിയടക്കം അവർ അവധി ദിവസങ്ങളിൽ ചെയ്തു തന്നത്. അവരെല്ലാവരും ഒരുമിച്ച് കൂടി 10 പൈസ മേടിക്കാതെ ഇച്ചിരി കപ്പയോ അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞിയോ വെച്ച് അവർ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കഞ്ഞിയോ വെച്ച് ഒരു ക്ഷേത്രം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ദേവസ്വം ബോർഡെന്നോ പ്രൈവറ്റ് അമ്പലമോ വ്യത്യാസമില്ലെങ്കിൽ അവരെ കണ്ടു പഠിക്കുക. വക്കോളി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു 10 പൈസ മുടക്കാതെ പൂങ്കാവനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ആക്സിഡൻറ്റ് പറ്റിയാലും അതുപോലെ തന്നെ കാലു മുറിഞ്ഞവരൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും തൊഴുക. കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് പേര് പറഞ്ഞ മുൾക്കലയിൽ വെച്ച് കണ്ടു. 6 മാസം കിടപ്പാവെന്ന് പറഞ്ഞ് അദ്ദേഹം 3 മാസം കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് സ്കൂട്ടർ ഓടിച്ച് അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോയി മോളെ വിളിക്കാൻ പോയതാണ്. പേര് ഞാൻ പറയുന്നില്ല. അപ്പം അത്രയേറെ ചൈതന്യത്തായ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തെ കണ്ടു പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും ഡെഡിക്കേറ്റഡായിട്ട് അധ്വാനം സംഭാവന ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ തലപ്പൂച്ച മഹാദേവ ക്ഷേത്രത്തിലും അതുപോലെ ക്ഷേത്രങ്ങളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഡെഡിക്കേറ്റഡായിട്ട് നാട്ടുകാർ വന്നുകൊണ്ട് ഒരു പിടിമണ്ണ് അല്ലെങ്കിൽ ഒരു കല്ല് അല്ലെങ്കിൽ ചുറ്റും വൃത്തിയാക്കൽ ചെയ്യുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ കായിക അധ്വാനത്തിനുണ്ടാകുന്ന എത്ര രൂപയാണോ നമുക്കറിയില്ല, എത്ര രൂപയാണ് നമുക്ക് വേണ്ടി വരുന്നതെന്നറിയില്ല. അപ്പോൾ കായികാധ്വാനത്തിന് വേണ്ടിയിരുന്നതായ തുക നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. അപ്പോൾ ആ കായികാധ്വാനത്തിന് വേണ്ട തുകയ്ക്ക് പകരമായിട്ട് കായികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ക്ഷേത്രങ്ങളിലൂടെ സഹകരിക്കുമ്പോൾ മാത്രമേ ഒരു ക്ഷേത്രം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം ഒരു ക്ഷേത്രത്തിൻ്റേതായ പരിപൂർണ അവയവങ്ങളും വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുക, അവിടുത്തെ ശാന്തിക്കാർക്ക്, അവിടുത്തെ ജീവനക്കാർക്ക്, അവിടുത്തെ കമ്മിറ്റിക്കാർക്ക്, അവിടുത്തെ സമൂഹത്തിനടക്കം കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിരിക്കും, അടികൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ കാലുമുറിയിൽ, കാലുതട്ടൽ, ചുമ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവയവങ്ങളിൽ ഷെയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാനായിക്കൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടുകൂടി മലയാള മാസം 1-ാം തീയതി അവിടെ ദീപാരാധനയുണ്ട്. അതുപോലെ മണ്ഡലകാലത്ത് ഫുൾ ടൈം 41 ദിവസം ദീപാരാധനയുണ്ട്. ഉത്സവകാലങ്ങളുണ്ട്. ധനു 15-ന് പ്രതിഷ്ഠാദിനമുണ്ട്. അങ്ങനെയുള്ളതായ പ്രതിഷ്ഠാദിനങ്ങൾ. അതുപോലെ തന്നെ വരാൻ പോകുന്ന ആനാനല്ലൂർ മഹിളമാക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നതായ 29, 30, 31-ാം രീതികളൊക്കെ നടക്കുന്നതായ തിരുവുത്സവത്തിലേക്കും അവിടുത്തെ തന്ത്രി എന്ന രീതിയിൽ അവിടത്തേക്കും സ്വാഗതം ചെയ്യപ്പെടുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഒരുമിച്ച് കൊണ്ട് ദേവസ്വം ബോർഡെന്നോ പ്രൈവറ്റ് അമ്പലങ്ങളോ എന്നോ വ്യത്യാസമില്ലാതെ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ യുദ്ധങ്ങൾ മാനസികമായിട്ട് മാത്രമാവട്ടെ, ആയുധങ്ങൾ കൊണ്ടോ അല്ലാത്ത യുദ്ധങ്ങൾ ഇല്ലാതാവട്ടെ, യുദ്ധങ്ങൾ ധാർമ്മികമാവട്ടെ, മാനസികമായിട്ടുള്ള യുദ്ധങ്ങൾ, ചർച്ചകൾ, ധർമ്മ അധർമ്മ വിവേചന ശക്തികൾ, ധർമ്മ അധർമ്മങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ മുതലായവ നടക്കട്ടെ. ഇനിയും ഒരാൾ പോലും യുദ്ധത്തിൻ്റെ പ്രതീകമായിട്ടുണ്ട് കത്താനോ മരിക്കാനോ അല്ലെങ്കിൽ അപകടം പറ്റാനോ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ധാർമ്മികമായ രീതിയിലുള്ള ചർച്ചകളുള്ള യുദ്ധങ്ങൾ, ആയുധങ്ങളില്ലാത്ത യുദ്ധങ്ങൾ, പത്മമാലി നിലായുധ ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ പോലും ആയുധം താഴെ വച്ചതാണ്. സുദർശനചക്രം എപ്പോഴും എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാൻ പോലും ആയുധം വേണ്ടാന്ന് വെച്ചതാണ്. ഗുരുവായൂരപ്പൻ പോലും അല്ലെങ്കിൽ ഭാഗവത സ്വരൂപമായ കൃഷ്ണൻ പോലും. അപ്പോൾ ഭാഗവത പ്രദീപം ഗുരുനാഥനായ ചന്ദ്രമന ഗോവിന്ദൻപുരുടെ കാൽക്കണ്ണം വെച്ചുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും പുനരുദ്ധരിക്കപ്പെടട്ടെ. ഉണ്ടാവുന്ന യുദ്ധങ്ങൾ ഇല്ലാതിരിക്കട്ടെ. ഇനി വരുന്നതായ എല്ലാ രാജ്യങ്ങളും തുറക്കപ്പെടട്ടെ. ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോകട്ടെ. ലോകം മുഴുവൻ ഒന്നായിക്കൊണ്ട് സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അഹിംസയുടെ ഒരു കാലഘട്ടം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.